future energy of wheels. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇലക്ട്രിക് ബോക്സർ ഇപ്പോൾ ഈ കണ്ടീഷനിലായിട്ടുണ്ട്. ഇപ്പം ഇത് ഞാൻ ഇനി ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് റൈഡറിന് വേണ്ടിയിട്ടുള്ള ഫുഡ് റെസ്റ്റ് സെറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം അത് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ഏകദേശമൊക്കെ ഞാൻ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ അകത്ത് സൈഡ് സ്റ്റാൻഡ് വെക്കണം. പിന്നെ അതേപോലെ ഇപ്പം ഹാൻഡിൽ ഇത് ഹൈറ്റ് കൂടുതലാണ്. നമുക്ക് ഇച്ചിരി കൂടെ ലോവറായിട്ടിരുന്ന് റൈഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഹാൻഡിൽ വേണം. അപ്പം നിങ്ങൾക്കറിയാം, കഫേ റൈസറിൻ്റെ ഹാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ നിന്നാണ് പൈപ്പ് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഹാൻഡിൽ ഇതിൽ സെറ്റ് ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കുമ്പോഴത്തേക്കിന് ടാങ്കിൽ അത് തട്ടും. അപ്പോൾ അത് നമുക്ക് ഈ വണ്ടിയിൽ പോസിബിൾ അല്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പം അത് മാത്രമല്ല, നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് കുനിഞ്ഞു പോകും. പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ വെക്കുന്ന നമ്മുടെ പൾസറിൻ്റെ കണക്കുള്ള ഹാൻഡിൽ വരുന്നുണ്ട്. അത് ഏകദേശം 12,000 രൂപയോളം റേറ്റ് വരുന്നുണ്ട്. അപ്പം അത് സെറ്റ് ആവുമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെക്കും. അപ്പോൾ തൽക്കാലം എന്തായാലും ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്സ് പണിയുന്നതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച പൈപ്പിൻ്റെ ഒരു പീസ്, നീളമുള്ളൊരു പീസ് ബാക്കി കിടപ്പുണ്ട്. ഈ ഒരു പീസ് ബാക്കിയുണ്ട്. അപ്പോൾ തൽക്കാലം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഹാൻഡിലായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കണം. അപ്പം ഇതൊക്കെയാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പരിപാടി. അപ്പം നമ്മുടെ ഫ്രണ്ടിലത്തെ റൈഡറിൻ്റെ ഫുഡ് റെസ്റ്റിൻ്റെ ക്ലാമ്പ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആംഗ്ലറിൻ്റെ 2 പീസ് കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഏകദേശം ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ റൗണ്ട് പൈപ്പ് നമുക്കവിടെ ഹോൾ ഇട്ടിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് വെൽഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഹോൾ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സംഭവം ഇത്ര കനമുണ്ട്. അപ്പോൾ കനമുള്ള സ്ഥിതിക്ക് നമുക്കിത് കുഴിച്ചിട്ട് ഈ പൈപ്പിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് വെൽഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ പിടുത്തം കിട്ടും. ഈ പീസിന് നല്ലൊരു സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ക്ലാമ്പ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി എന്തായാലും ഇതിൻ്റെ സെൻറ്ററിൽ ഹോൾ ഇടണം. നമ്മൾ ഡ്രില്ലിംഗ് മെഷീനുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഈ പൈപ്പ് ഇറങ്ങത്തക്ക രീതിയിലൊരു 2 പീസിൻ്റെയും ഹോളാക്കി എടുക്കണം. ഇത് 2 പീസുണ്ട്, സിംഗിൾ പീസല്ല, 2 പീസുണ്ട്. അപ്പം ഇത് ഹോളാക്കി എടുക്കണം. ഹോളാക്കി എടുത്ത് നമുക്ക് 2 പൈപ്പ് ഇതിൽ വെച്ചിട്ട് വെൽഡ് ചെയ്യണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയ 2 ഹോൾ ഇട്ടിട്ട് നട്ടും ബോൾട്ടും ഇട്ട് നമ്മുടെ ബോക്സറിൽ ടൈറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. ക്ലാമ്പ് നമ്മൾ പണിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പൈപ്പ് ജസ്റ്റ് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ബാലൻസ് നമ്മൾ തുണ്ട് 2 പീസ് കിടന്നെടുത്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതിൽ ഹോൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഹോൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നട്ടും ബോൾട്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇച്ചിരി നീളം കൂടുതലുണ്ട്. നമുക്ക് ഇത്രയും മതി. അപ്പം ബാക്കിയുള്ള നീളം, എക്സസ് നീളം കട്ട് ചെയ്ത് കളയാനായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതാദ്യമേ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ബോൾട്ടിൻ്റെ നീളം ഒന്ന് കുറയ്ക്കണം. അപ്പോൾ അതിന് ഏകദേശം ഒരു അളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ തന്നെ 2 നട്ട് ഇട്ടിട്ട് അതിൻ്റെ നീളത്തിലും കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നീളം നമുക്കിനി കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് സെറ്റ് ചെയ്യാം.
ഫുഡ് റെസ്റ്റ് കണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പൈപ്പിന് ഇത്ര നീളത്തിൻ്റെ ആവശ്യമില്ല, ഇതിപ്പോൾ നീളം ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതാണൊക്കെ സി ഷേപ്പ് ക്ലാമ്പ് ഇതിനെത്ര വേണമെന്ന് നമുക്ക് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഫുഡ് റെസ്റ്റ് പിടിപ്പിക്കാനായിട്ട്. അപ്പം അതിപ്പോൾ നീളം കട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററി ബോക്സിൻ്റെ അളവെല്ലാം കൺഫേം ആയതിനു ശേഷം അതിൻ്റെ നീളം മുറിച്ച് നമ്മൾ ഫുഡ് റെസ്റ്റ് സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ ആ 2 പീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ആ ഹാൻഡിലൊന്ന് അഴിച്ചിട്ട് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഈ പീസ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ആവുമെന്നുള്ളത്. ഇപ്പോൾ ഹാൻഡിൽ നമ്മൾ ആ പൈപ്പൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ലുക്ക്. സംഭവം ഇത് ഇച്ചിരി നീളം കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്, ഇത്ര നീളത്തിൻ്റെ ആവശ്യമില്ല. നീളം ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് കഫേ റൈസറിന് വരുന്ന ഒരു മിററുണ്ട്, നമ്മൾ ഇവിടെ നിന്നാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മിറർ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മുട്ടിൽ തട്ടാത്ത രീതിയിൽ നമുക്ക് ഈ മിററിനെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ മിറർ വരുമ്പോഴത്തേക്കിനും നമ്മുടെ കാലിൽ മുട്ടിൽ ഇടിക്കുമോ എന്നുള്ളത് നോക്കണം. അപ്പോൾ അതിനനുസരിച്ച് ആ അളവ് നോക്കിയിട്ട് നീളം കുറയ്ക്കാമെന്നുള്ള രീതിയിൽ ഇച്ചിരി കൂടെ എക്സസ് നീളം ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബാറ്ററി ബോക്സ് വന്നു കഴിഞ്ഞിട്ടേ നമുക്ക് ഈ ടാങ്ക് വലിപ്പം കൂട്ടണോ വേണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ പേരിലും കൂടാണ് ഇച്ചിരി കൂടെ അളവ് നീളത്തിൽ ഇട്ടേക്കുന്നത്. അഥവാ ടാങ്ക് വലിപ്പം കൂടുകയാണെങ്കിൽ നമുക്ക് ഹാൻഡിലിനും അനുസരിച്ച് നീളം വേണം. അതുകൊണ്ടാണ് ഇപ്പോഴും തൽക്കാലം ഈ നീളത്തിൽ തന്നെ വെച്ചിരിക്കുന്നത്, എക്സ്ട്രാ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വണ്ടിയിൽ കയറി ഇരുന്നിട്ട് എൻ്റെ ഹാൻഡിലിൻ്റെ പൊസിഷൻ എങ്ങനെ വരുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ബൈക്കിൻ്റെ റൈഡിങ് പൊസിഷൻ വരുന്നത്. നമ്മളിപ്പം ഫുഡ് റെസ്റ്റ് കറക്റ്റിന് തന്നെയാണ് വന്നിരിക്കുന്നത്. ബാറ്ററി ബോക്സിൻ്റെ വെളിയിൽ നിൽക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഫുഡ് റെസ്റ്റിനുള്ള ക്ലാമ്പ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഹാൻഡിലിൻ്റെ പൊസിഷൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് നമ്മുടെ റൈഡിങ്ങിൻ്റെ പൊസിഷൻ. ഇത്രയും ബെൻഡ് ചെയ്തിരിക്കും, ഒരുപാടങ്ങ് കമന്നല്ല കിടക്കുന്നത്, കറക്റ്റ് ഒരു നോർമൽ രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ പൊസിഷൻ വരുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിൻ കുറവായിരിക്കും. ഒരുപാടങ്ങ് കുനിഞ്ഞ് കിടക്കാത്തത് കൊണ്ട് നമുക്ക് നടുവിനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുത്തില്ല. അതുകൊണ്ടൊക്കെ ഇച്ചിരി വൈഡായിട്ടുള്ള ഹാൻഡിൽ ആയതുകൊണ്ട് നമുക്ക് ഹാൻഡിലിൽ പിടിക്കാനൊക്കെ ഒരു കംഫർട്ടുണ്ട്. ഇപ്പം ബാറ്ററി ബോക്സ് നമുക്ക് ഈ കറക്റ്റ് ഞാനിപ്പോൾ വെച്ചേക്കുന്ന താൽക്കാലികമായിട്ട് വെച്ചേക്കുന്ന ബോക്സിൻ്റെ അളവിൽ തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ഫുഡ് റെസ്റ്റിൻ്റെയും ബാക്കിയുള്ള കാര്യത്തിൻ്റെ എല്ലാം സൈസ് ഇത് തന്നെ ആയിരിക്കും, അതിൽ മാറ്റമൊന്നും വരുത്തതില്ല. അതിനൊക്കെ തന്നെ ടാങ്കിൻ്റെ വലുപ്പത്തിലും ചിലപ്പം ചേഞ്ച് വരുത്താൻ സാധ്യതയില്ല. ബാറ്ററി ബോക്സ് അളവിൻ്റെ അകത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എക്സസ് ആയിട്ട് ഇച്ചിരി കൂടെ വലുപ്പം കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാങ്കിൻ്റെ വലുപ്പമൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഈ കാണുന്ന ഷീറ്റ് കട്ട് ചെയ്താണ് നമ്മൾ ബോക്സറിൻ്റെ സീറ്റിൻ്റെ ഫ്രെയിം ചെയ്തത്. അതേപോലെ തന്നെ കുറച്ച് ബോഡി വർക്ക്സ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കൂടുതലും ഈ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ആ പീസ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്. ഇപ്പം ബോക്സറിൻ്റെ അകത്ത് ഞാൻ നമ്മുടെ സീറ്റിൻ്റെ താഴെ വരുന്ന ഭാഗമുണ്ട്, അതായത് ടയറിൻ്റെ മുകളിൽ ചെളി തെറിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊരു പോർഷനുണ്ട്. അപ്പോൾ അവിടത്തേക്ക് ഒരു ചെറിയൊരു മൾഗാർഡ് കണക്ക് ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ നമുക്കിനി ഫൈബർ ഗ്ലാസ് ചെയ്യണം, അതിനുശേഷം നമ്മളത് ഫിക്സ് ചെയ്യത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരുമാതിരി ഫ്ലെക്സിബിളായിട്ട് കിടക്കുന്നൊരു ഷീറ്റാണ്. അപ്പോൾ അതൊന്ന് ഇച്ചിരി ഒന്ന് ഫ്ലെക്സിബിൾ അല്ലാതെ ഇച്ചിരി ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന് നമ്മൾ ഇതിൻ്റെ പുറത്തു കൂടെ തന്നെ ഒന്ന് ഫൈബർ ഗ്ലാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സീറ്റിൻ്റെ ഫ്രെയിം ചെയ്യുന്നതൊക്കെ തന്നെ. അതേപോലെ തന്നെ ഇനിയൊരു ഷീറ്റ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസിൻ്റെ ഒരു ബോക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഫൈബർ ഗ്ലാസ്സിൽ ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അത് വെച്ച് ഇവിടെ ഇനി ഒരു ബോക്സ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഷീറ്റ് കട്ട് ചെയ്തെടുത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റോറേജ് ബോക്സിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാക്കിയിട്ടുണ്ട്. ഇതിനി അടപ്പ് നമുക്ക് വെക്കണം. അടപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ റോയൽ എൻഫീൽഡിനൊക്കെ വരുന്ന നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് ചെയ്ത് ഒരു ബോക്സ്, ഒരു അടപ്പ് പോലെ ഈ രണ്ട് സൈഡും ഇനി ചെയ്യണം. അതിൻ്റെ അകത്തെ ഷെല്ല് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2-3 ടേപ്പ്, ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അകത്തെ മഡ് ഫ്ലാപ്പിൻ്റെ ഇതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ.
നമ്മളെ വണ്ടിക്കകത്ത് ചെളിയും കാര്യങ്ങളൊന്നും തെറിക്കാതൊക്കെ ഇരിക്കും. ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഫൈബർ ഗ്ലാസ്സിന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. ഈ ബോക്സിന് ഈ സൈഡിലും അടപ്പിടണം, അപ്പുറ സൈഡും അടപ്പിടണം. ഇനി സ്റ്റോറേജ് സ്പേസ് നമ്മൾ മെയിനായിട്ട് വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ വണ്ടിക്കകത്ത് ചാർജർ ഇൻബിൽഡായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ചാർജർ വണ്ടിക്കകത്ത് തന്നെ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കേബിള് നമുക്ക് ഇച്ചിരി നീളമുള്ള രീതിയിൽ, എന്തായാലും ഇത് 72 വോൾട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഇത് വെക്കുന്നത്. അപ്പം നമ്മളെന്തായാലും 50 ആംസിൻ്റെ പവർ പ്ലഗിൻ്റെ ചാർജർ സെറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. 15 ആംസ് ഒക്കെ മാക്സിമം എടുക്കത്തക്ക രീതിയിൽ, മാക്സിമം പെട്ടെന്ന് ബാറ്ററി ചാർജ് ആവുന്ന രീതിയിൽ ഏത് ചാർജർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂ അതാണ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കേബിൾ ഇച്ചിരി ലെങ്തിൽ എടുക്കണം. അതായത് മിക്കവാറും നമ്മുടെ വീടുകളിലെല്ലാം പവർ പ്ലഗ് എന്ന് പറഞ്ഞാൽ അകത്തേ കാണത്തുള്ളൂ. പുറത്തൊരിക്കലും പവർ പ്ലഗ് അങ്ങനെ ആരും വെക്കാറില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം വണ്ടി വെളി വെച്ചാലും വയറെടുത്ത് അങ്ങ് അകത്ത് കൊണ്ടുപോയി കുത്തണം. ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പം അതിൻ്റെ എക്സ്റ്റൻഷൻ കേബിളായിട്ടുള്ള വയറ് നമുക്കിവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് റൈഡിങ് ടൈമിലുള്ള ഗ്ലൗസ്, അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ നമുക്കിവിടെ സ്റ്റോർ ചെയ്യാം. ചെറുതെന്നല്ല, അത്യാവശ്യം ഇച്ചിരി വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്കിവിടെ കിട്ടും. പക്ഷേ ഹെൽമെറ്റ് ഇരിക്കില്ല. ഞാൻ നോക്കി, ഹെൽമെറ്റ് ഇരിക്കില്ല. ഇനി ഹാഫ് ഹെൽമെറ്റ് വെച്ച് നോക്കിയിട്ടില്ല, അത് വെച്ച് നോക്കണം. ചിലപ്പോൾ ഹാഫ് ഹെൽമെറ്റ് സെറ്റാവാൻ സാധ്യതയുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെൽമെറ്റ് സ്റ്റോറേജ് സ്പേസ് അവിടെ കിട്ടും. നമുക്ക് ഫുൾ ഹെൽമെറ്റ് വെക്കാൻ പറ്റത്തില്ല, ഒരു ഹാഫ് ഹെൽമെറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കണം. ഇപ്പോൾ സ്റ്റോറേജ് സ്പേസ് അതിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് സോക്കറ്റ് നമ്മുടെ ഈ ടാങ്കിൻ്റെ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഇതിൻ്റെ ചാർജിങ് സോക്കറ്റ്, അതായത് നമുക്ക് കേബിൾ ഇത് തുറന്ന് കേബിൾ എടുത്തിട്ട് കേബിൾ ഇവിടെ കണക്ട് ചെയ്തിട്ട് മറ്റേ എൻഡ് നമുക്ക് പ്ലഗിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ രീതിയിലുള്ള സെറ്റപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ഇവിടുത്തെ കണക്ടർ ഏതാ യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഇനി അപ്ഡേറ്റ് ആയി വരത്തുള്ളൂ. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ചാർജറിൻ്റെ ഇതനുസരിച്ചും ഇതൊക്കെ ഇരിക്കും. ഇതിൻ്റെയൊക്കെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പാർട്സും മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് നമുക്കൊരു പാർട്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ബാറ്ററി ബോക്സ് കറക്റ്റ് സെറ്റായി കഴിഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തേ നമുക്ക് ടാങ്കിൻ്റെ കാര്യമായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടാങ്കിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ വലിപ്പം കൂട്ടണം. അതിനൊക്കെ തന്നെ ബാറ്ററി ബോക്സ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് റെസ്റ്റിൻ്റെ ആ നീളം എത്ര വേണമെന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ടാങ്ക് വലിപ്പം കൂട്ടുകയാണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഹാൻഡിലിൻ്റെ വലിപ്പം. അങ്ങനെ ഓരോ ഡിസൈനും മറ്റൊന്നിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒറ്റയടിക്ക് ഒരു സാധനം നമുക്ക് ചെയ്തങ്ങ് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബോക്സറിൻ്റെ ഫ്രണ്ടിലത്തെ സ്റ്റമ്പ് ഞാൻ ഫുൾ അയച്ചിട്ടുണ്ട്. സ്റ്റമ്പ് ടയറും എല്ലാം അയച്ചിട്ടുണ്ട്. അത് അയച്ച കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്ക് ബ്രേക്കും അലോയി വീലുമാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിലവിലുള്ള ബോക്സറിൻ്റെ സ്റ്റമ്പിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് ഫുൾ അഴിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ബോക്സർ സെറ്റ് ചെയ്യുന്നത് മോട്ടർ ഇതാണ്. ഇത് 72 വോൾട്ടിൻ്റെ 3000 വാട്ട്സിൻ്റെ മോട്ടറാണ്. ഇത് സംഭവം എനിക്കിപ്പോൾ ഒരു സ്പോൺസർഷിപ്പിൽ കിട്ടിയതാണ്. ഇത് ശകലം ഡാമേജ് ഉണ്ട്. കാരണം ഇത് ഷിപ്പിങ്ങിൽ സാധനം തറയിൽ വീണിട്ട് ശകലം ക്രാക്ക് ആയിട്ടുണ്ട്. അപ്പം അത് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു മിഡ് മോട്ടറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഈ മോട്ടറിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയ സാധനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതതിൻ്റെ കൺട്രോളർ, ഇത് ഡിസ്പ്ലേ, പിന്നെ ഇത് സ്വിച്ച്, അതിൻ്റെ ലെഫ്റ്റും റൈറ്റും സ്വിച്ചും നമ്മുടെ ആക്സിലേറ്ററുമാണ്. ഈ സാധനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസും മറ്റേ വീഡിയോയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ആ മിഡ് മോട്ടറും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഡിസ്പ്ലേയിൽ വ്യത്യാസമുണ്ട്. ഇത് സാധാ നമ്മുടെ നോർമൽ ഇലക്ട്രിക് വണ്ടികളിലൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു LED ഡിസ്പ്ലേ ആണ്. മറ്റേ കണക്ക് ഇച്ചിരി കൂടിയ ഡിസ്പ്ലേ അല്ല, ഇച്ചിരി കുറഞ്ഞ ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ കൺട്രോളറിൽ വരുന്ന മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ മിഡ് ഡ്രൈവ് മോട്ടറിൽ കണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ EM150 എന്ന് പറഞ്ഞ കൺട്രോളാണ്. ഇതിൻ്റെ അകത്ത് EM100 എന്ന് പറയുന്ന കൺട്രോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് മറ്റേ കൺട്രോളറിനെ അപേക്ഷിച്ച് ഇച്ചിരിയും കൂടെ ഒരു ആംബിയർ കുറഞ്ഞ കൺട്രോളറാണ്. അപ്പോൾ ഇതാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പം ആ മിഡ് ഡ്രൈവ് മോട്ടറിൻ്റെ വീഡിയോ കാണാതെ ആ വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ ഇത് ഈ കമ്പോണൻസിനെ കുറിച്ചെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് മോട്ടറിൻ്റെ കേബിള്. ഇതും നമ്മൾ നേരത്തെ കണ്ട മിഡ് ഡ്രൈവ് മോട്ടറിൻ്റെ അതേ കണക്ക് തന്നെ അത്യാവശ്യം ഗേജുള്ള രീതിയിലുള്ള മോട്ടറും അതിൻ്റെ ലെഗുകളുമാണ്. അത് കണക്ക് തന്നെ മറ്റേ മോട്ടറിൻ്റെ അതേ സെയിം കണക്ടേഴ്സ് തന്നെയാണ് ഇതിലും വരുന്നത്. നമ്മൾ പെട്രോൾ വാഹനങ്ങളിൽ കാണുന്ന രീതിയിലുള്ളൊരു വെള്ളം കയറാത്ത രീതിയിലുള്ളൊരു കണക്ടറാണ് ഇത്. ഈ കണക്ടർ നമ്മുടെ ഇലക്ട്രിക്കൽ വാഹനങ്ങളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ റൊമയ്ക്കകത്ത് വരുന്നുണ്ട്, ഹീറോ അങ്ങനെയുള്ള ചില വാഹനങ്ങളിൽ മാത്രമാണ് ഈ രീതിയിലുള്ള കണക്ടർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വരുന്നതെല്ലാം യൂണിവേഴ്സലായിട്ടുള്ള കണക്ടറാണ് വരുന്നത്. കൂടുതൽ ഇത് ചേഞ്ചായാണ് വരുന്നത്. ഇപ്പം ഓറഞ്ച് ലൈനാണ് നമ്മുടെ ഹെവി കേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇലക്ട്രിക് വെഹിക്കിളുകളിൽ ഹെവി വോൾട്ടേജ് ക്യാരി ചെയ്യുന്ന എല്ലാ കേബിളുകൾക്കും ഓറഞ്ച് കളർ കൊടുക്കണമെന്നാണ് റൂൾ പ്രകാരം ഉള്ളത്. അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും ഇതിൻ്റെ സ്ലീവും ഓറഞ്ച് കളറിലാക്കിയിരിക്കുന്നത്.
അപ്പം ഇതിൻ്റെ കേബിൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ സിങ്ങാം വഴി നമ്മളിതിൻ്റെ മുകളിലോട്ട് ഈ സൈഡിൽ കൂടി ഇങ്ങനെ വന്നിട്ട് ടാങ്കിൻ്റെ അടിയിൽ കൺട്രോളർ വരുമ്പോൾ കൺട്രോളറിൻ്റെ അകത്തോട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിതെന്തായാലും നീളം ആവശ്യത്തിനുണ്ട്. നമ്മുടെ ഒരു കുഞ്ഞ് ബൈക്ക് ആയതുകൊണ്ട് ഇത് നമുക്ക് ആവശ്യത്തിനുള്ള നീളമുണ്ട്. അപ്പോൾ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് കറക്റ്റ്, ഈ കേബിൾ കറക്റ്റ് നീളമുണ്ട്. അപ്പം നമ്മളിത് കയറ്റാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പൾസർ 150യുടെ ടി ആണ് കയറ്റുന്നത്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പഴയ ബോക്സറിൽ നിന്ന് ഇളക്കിയതിൻ്റെ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇതാണ് ടി എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ പൾസർ 150യുടെ ടി ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. 150യുടെ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ സെയിം ആണ്. കാരണം ഈ ലെങ്തും ഇവിടുത്തെ ത്രെഡും ഒക്കെ കറക്റ്റായി വന്നാലേ നമുക്ക് അതിൻ്റെ അകത്ത് സൂട്ട് ആവത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതിൽ 150യുടെ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്കത് കറക്റ്റ് ലെങ്ത് വന്നാലേ നമുക്ക് ഇതിൻ്റെ അകത്ത് കിടക്കത്തുള്ളൂ. ഈ ത്രെഡും എല്ലാം കറക്റ്റിന് കിട്ടത്തുള്ളൂ. അങ്ങനെ കോണുമ്പോളിൻ്റെ സൈസ് ഇതെല്ലാം കറക്റ്റ് സെയിം ആയിട്ട് വരത്തുള്ളൂ. അപ്പം നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ പൾസർ 150യുടെ ആണ് വരുന്നത്. അപ്പം ടി നമ്മൾ 150യുടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റമ്പും അതിൻ്റെ അലോയും ഡിസ്ക് പ്ലേറ്റ് കാലിബർ ഇതെല്ലാം 150യുടെ സൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മോട്ടറാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് സിങ്ങാം ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇതിൽ കിടക്കുന്ന സിങ്ങാമിൽ അത് സൂട്ടാവില്ല. അപ്പം നിങ്ങൾക്ക് കാണുന്നതാണ്ട് ഈ സൈഡിൽ കണ്ട് ഇത്രയും വ്യത്യാസമുണ്ട്. അതുപോലെ ഡിസ്ക് വീലും കൂടെ ആയതുകൊണ്ട് ഇച്ചിരി കൂടെ സ്പേസ് ഉണ്ടെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ. കണ്ട കറക്റ്റ് ജാമായാണ് അതിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ ബാക്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പൾസർ 220യുടെ ഡിസ്ക് ബ്രേക്ക് വരുന്നതിൻ്റെ സിങ്ങാമാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ സസ്പെൻഷൻ ബാക്കിൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹങ്കിൻ്റെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹങ്കിൻ്റെ ബാക്ക് സസ്പെൻഷനാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനിയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. അപ്പം അതിന് നല്ലൊരു എമൗണ്ട് ആവുന്നതിൻ്റെ പേരിലാണ് വീഡിയോ ഡിലേ ആവുന്നത്. അതുമാത്രമല്ല നമുക്ക് ഈ മോട്ടർ കൊണ്ടുപോയി റെഡിയാക്കണം. അപ്പം ഇനിയുള്ള വർക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബഡ്ജറ്റ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ പേരിലാണ് നമ്മുടെ ബോക്സറിൻ്റെ വീഡിയോ ഇച്ചിരി ഡിലേ ആവുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് കുറേ പർച്ചേസിങ് ലിസ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അതായത് പൾസർ 150യുടെ ഫ്രണ്ട് ടി, അതിൻ്റെ 2 സ്റ്റമ്പ്, അതിൻ്റെ അലോയി വീല്, അതിൻ്റെ ഡിസ്ക് പ്ലേറ്റ്, അത് കണക്ക് തന്നെ അതിൻ്റെ കാലിബർ, അതിൻ്റെ ബ്രേക്ക് ലിവറും അതിൻ്റെ ട്യൂബും കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് ഇത്രയും 150യുടെ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ കാര്യങ്ങളെല്ലാം സെറ്റാവും. പിന്നെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് നമ്മൾ സ്റ്റമ്പെല്ലാം കയറ്റിയിട്ട് അതിന് സൂട്ടാവുന്ന ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഇത് റെഡിയാക്കണം. ഇത് നമുക്ക് അഴിച്ച് അതിൻ്റെ വൈൻഡിങ് മാറ്റിയിട്ട് അതിൻ്റെ അലയി മാത്രമായിട്ട് നമുക്ക് തൃശ്ശൂർ കൊണ്ടുപോയാണ് ഇത് റെഡിയാക്കേണ്ടത്. കാരണം കാറിൻ്റെയൊക്കെ അലയി പൊട്ടുമ്പം റെഡിയാക്കുന്നൊരു ഷോപ്പ് തൃശ്ശൂരുള്ളതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. നമുക്കത് അവിടെ കൊടുത്താണ് റെഡിയാക്കേണ്ടത്. ചെറിയ പൊളച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുമെല്ലാം നൂത്തെടുക്കണം. അപ്പം അതിളക്കി അത് റെഡിയാക്കണം. അത് കണക്ക് തന്നെ ബാക്കിൽ പൾസർ 220യുടെ സിങ്ങാം, അതിൻ്റെ ബ്രേക്ക് കാലിബറും സംഘടിപ്പിക്കണം. പിന്നെ അതേപോലെ തന്നെ ഹങ്കിൻ്റെ ബാക്ക് സസ്പെൻഷൻ. ഇത്രയാണ് പർച്ചേസിങ് ലിസ്റ്റിൽ നിൽക്കുന്നത്. പിന്നെ ഇത് കൂടാതാണ് ബാറ്ററി. അത് ഏറ്റവും അവസാനം നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് ഫ്രെയിം വർക്കെല്ലാം തീർന്നതിന് ശേഷമേ ബാറ്ററി ബോക്സും കൺട്രോളർ ചാർജർ പിന്നെ ഇതിൻ്റെ വയറിങ് ഐറ്റം അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് കടക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഫൈബർ പാർട്സുകളൊക്കെ ചെയ്യാനുണ്ട്. സീറ്റിൻ്റെ ഫ്രെയിം, ഈ ബോക്സിനൊരു ഡോറ്, പിന്നെ അടിയിലത്തെ പീസ്, ഇതെല്ലാം ഫൈബറുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് യൂട്യൂബിൽ വരുമാനം വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് പണിഞ്ഞിറക്കി കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് അങ്ങനെ റവന്യൂസ് ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല. എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം ആവുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോസ് ഒന്നും അധികം അങ്ങനെ ചെയ്യാത്തതിൻ്റെ പേരിൽ വലിയ എമൗണ്ട് ഒന്നും അതിന് എനിക്ക് കിട്ടിയിട്ടില്ല. ആകെ $25 ആയിട്ടുള്ളൂ. ഫസ്റ്റ് റവന്യൂ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് റവന്യൂ എന്ന് പറഞ്ഞാൽ $100 ആകുമ്പോഴാണ് നമുക്കതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് $100 പോലും ആയിട്ടില്ല. കാരണം എൻ്റെ ചാനലിൽ വലിയ ഒരുപാട് സബ്സ്ക്രൈബറോ അങ്ങനെ വാച്ചറോ കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ ഒരു ചാനലായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ പേരിലാണ് നമുക്ക് അതിൽ നിന്ന് വലിയ ഫണ്ടും കാര്യങ്ങളൊന്നുമില്ല. ഇതിനുള്ള ഫണ്ടുകളെല്ലാം ഞാൻ പുറത്തുനിന്ന് തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് കുറച്ച് ഡിലേ ആയി ഈ വീഡിയോ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചിട്ട് ഇതിപ്പോൾ അടിക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തില്ല. കാരണം വീഡിയോസൊക്കെ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് മാക്സിമം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന എല്ലാം പോർഷനെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മാക്സിമം വീഡിയോ ഷോർട്ടാക്കിയാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. അപ്പം എല്ലാവരും മാക്സിമം എന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എങ്കിലേ നമുക്ക് ഇങ്ങനെയുള്ള പുതിയ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ.